മുണ്ടക്കൈച്ചൂരിൽ മല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പാ തിരിച്ചടവ് വായ്പ എഴുതി തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ തൃപ്തരല്ലെന്ന് ഹൈക്കോടതി. വിവരങ്ങളുമായി ഡോണ മരിയ സെബാസ്റ്റ്യൻ ചേരുന്നു. ഡോണ, ദുരന്ത ഭൂമിയിലെ വായ്പാ തിരിച്ചടവിൽ വായ്പ എഴുതി തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ തൃപ്തരല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. മറ്റു വിവരങ്ങൾ. വൃന്ദ, ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് ഈശ്വരർ എന്നിവരടങ്ങിയ ഡിവിഷണൽ ബെഞ്ച് അല്പസമയം മുൻപാണ് വയനാട് ദുരന്തബാധിതരുടെ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചത്. ആ സമയങ്ങളിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരോട് ചോദിക്കുകയുണ്ടായി, ഈ വയനാട് ദുരന്തബാധിതരുടെ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ബാങ്കേഴ്സ് സമിതി അംഗങ്ങളുമായി ചർച്ച നടത്തിയെന്നും ഈ വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളത്തില്ല, പകരം 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമെന്നുമാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരത്തിനൊരു മറുചോദ്യം എന്ന രീതിയിൽ ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് മൊറട്ടോറിയം കണക്കിലാക്കുന്നത് എന്ന്. അതിന് കേന്ദ്ര സർക്കാരിന്റെ മറുപടി എന്ന് വെച്ചാൽ ഈ അടയ്ക്കുവാനുള്ള ഈ ഒരു ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഒപ്പം തന്നെ മുടങ്ങിയ പലിശയും കൂടി ചേർത്ത് ഒരു പുതിയ ലോണാക്കി 1 വർഷത്തെ കാലാവധി നൽകിക്കൊണ്ട് അതിനൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുമെന്നാണ്. എന്നാൽ ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനോട് ഹൈക്കോടതി ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം നൽകുവാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ തൃപ്തരല്ലെന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. മൊറട്ടോറിയം പോരാ, പകരം വായ്പ എഴുതി തള്ളൽ പരിഗണിക്കണമെന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായുള്ള പണം വിവിധ വകുപ്പുകൾക്ക് ഈ മാസം 30 നൽകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി പറയുകയുണ്ടായി.